എല്ലാവർക്കും നമസ്കാരം. ഇനി ഒരു പ്രസംഗത്തിന് ഒട്ടും പ്രസക്തിയില്ലാന്നറിയാം. ഇത്രയും മനോഹരമായ പെർഫോമൻസിന് ശേഷം ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അധിക പ്രസംഗമാകും. എങ്കിലും നമ്മുടെ ചടങ്ങിൻ്റെ ഔപചാരികതയുടെ പേരിൽ കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അതിലേക്ക് ഞാൻ വേഗം കടക്കുകയാണ്. കേരള അസോസിയേഷൻ ഓഫ് ടൗൺസിലിൻ്റെ 2024-25 വർഷത്തെ കമ്മിറ്റി അഭിമാന പുരസ്സരം അവതരിപ്പിച്ച വിഷു ഈസ്റ്റർ പ്രോഗ്രാം നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ചടങ്ങ് ഇത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടി വിഷു മെസ്സേജ് നൽകി നമ്മളെ അനുഗ്രഹിച്ച ഡോക്ടർ ശാന്തകുമാരി ചേച്ചിയോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഏത് പ്രോഗ്രാമിനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുന്ന ഫാദർ ജോഷി, അദ്ദേഹവും ഏറ്റവും ഗംഭീരമായ ഒരു ഈസ്റ്റർ മെസ്സേജ് നൽകി നമ്മളെ ധന്യമാക്കി. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം നടത്തുന്നതിന് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വന്നു. കാരണം നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് കൈകാര്യം ചെയ്യാനായി എല്ലാ തവണയും നമുക്ക് കൂടെയുള്ള മനു ഇത്തവണ ഇല്ല എന്നറിഞ്ഞപ്പോൾ വലിയ പ്രയാസമായി. എന്നാൽ ആ ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായി ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ജിജിയും അതേപോലെ തന്നെ ഹരിയും മുന്നോട്ട് വന്നു. അവരോടുള്ള ഏറ്റവും അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ മനു ഇന്നലെ ഇവിടെ കടന്നു വന്നു. മനു നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി, ചില കളർ ലൈറ്റുകളൊക്കെ നൽകി മനു നമ്മളെ സഹായിച്ചു. മനുവിനോടുള്ള സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിന് നമുക്ക് അടുത്ത വെല്ലുവിളി ഇന്നലെ വൈകുന്നേരം അറിയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട KK ഈ പ്രോഗ്രാമിന് ലീഡ് ചെയ്യാനില്ല, എല്ലാം അവതാളത്തിലാകുമെന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആംഗേസായി പരിചയമുള്ള ആൻസിയും അതുപോലെ ബിബിതയും അവരിത് മനോഹരമായി കൈകാര്യം ചെയ്യുമെന്നറിയാം. പക്ഷെ ഒരിക്കൽ പോലും ഒരു വേദിയിൽ കയറി ആങ്കറിങ് ചെയ്തിട്ടില്ലാത്ത എനിക്ക് വേണ്ട ധൈര്യം നൽകി, വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി സഹായിച്ച പ്രിയപ്പെട്ട കുര്യാക്കസിനോടുള്ള നന്ദി സ്നേഹവും അവസരത്തിൽ അറിയിക്കുന്നു. അതേപോലെ തന്നെ മനോഹരമായി ഈ പ്രോഗ്രാമിനെ നയിച്ച ആൻസി സൈനുവിനോടും ബിബിതയോടുമുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചു തന്ന സദേൺ ഡിലൈറ്റിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ആവശ്യപ്രകാരം കൃത്യസമയത്ത് ഏറ്റവും രുചികരമായ ഭക്ഷണം ക്രമീകരിച്ചു തന്ന ശ്രീ അനിലിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ തന്നെ വീഡിയോഗ്രാഫി ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന റിനി രാജുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി സെഷൻ കൈകാര്യം ചെയ്യുന്ന സനോജിനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് പങ്കാളിത്തം കൊണ്ട് ഈ സദസ്സിനെ അലങ്കരിച്ച നിങ്ങൾ ഓരോരുത്തരോടുമാണ്. എല്ലാവരും അവരുടെ ഡ്യൂട്ടിയും ക്രമീകരിച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടപ്രകാരവും ഞങ്ങൾക്ക് മനോഹരമായ പ്രോഗ്രാമുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയുമായി ഹോൾ ക്രമീകരണത്തിനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ തന്നെ നീണ്ട നാളത്തെ പരിശീലനം വഴി നമ്മുടെ പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കാൻ അവതരിപ്പിച്ച പല കോർഡിനേറ്റേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ചും ക്യാറ്റ് കമ്മിറ്റി പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്. അവരുടെ നിതാന്തമായ പരിശ്രമമാണ് നാം ഇന്ന് കാണുന്ന വിധത്തിൽ ചിട്ടയായും മനോഹരമായും പ്രോഗ്രാമുകളോട് അവതരിപ്പിക്കാൻ ഇടയാക്കിയത്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഔപചാരികതയുടെ പേരിൽ അറിയിക്കുകയാണ്. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല, ബലഹീനനായി എനിക്ക് വന്നൊരു പിഴവായിട്ട് നിങ്ങൾ പരിഗണിച്ച് എന്നോട് സദയം ക്ഷമിക്കണം. ഇനി ആരെയും വിട്ടുപോയിട്ടില്ല എന്നാണ് കരുതുന്നത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 2025 വർഷത്തെ ഈസ്റ്റർ വിഷു പ്രോഗ്രാം ധന്യമാക്കാൻ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്കറിയാം നമ്മുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം ജൂൺ 14 നടക്കുന്ന നമ്മുടെ ഓസ്ട്രേലിയ തലത്തിലുള്ള വടംവലി മത്സരമാണ്. അതിനും നിങ്ങളേവരുടെയും സജീവമായ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ആ ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ അവരവരുടെ ഓഫൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ആ ദിവസം കടന്നു വരാനായിട്ട് ശ്രമിക്കണം. എന്തെങ്കിലും ഉണ്ടോ?
ഇനി ഭക്ഷണത്തിനുള്ള സമയമാണ്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.